ഇതൊരു കണ്ടന്റ് വീഡിയോ ആണ്. പക്ഷെ അഡൽട്സിനേക്കാളും കൂടുതൽ കുട്ടികളെയാണ് ഈ വിഷയം ബോധവൽക്കരിക്കേണ്ടതെന്ന് മാത്രം. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ഒരു സ്ട്രീമറുടെ വീഡിയോ കാണാൻ ഇടയായി. ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാം, കാരണം അത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറ. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ മുൻപും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം സ്ട്രേഞ്ചേഴ്സുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മങ്കി ആപ്പ്. ഈ മങ്കി ആപ്പിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങും ലൈവായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പെൺകുട്ടികളുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്നത് ലൈവായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സ്ട്രീമിങ്ങിലുടനീളം അവർ ആ ഗ്യാങ് മൊത്തം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു ഓക്കേർഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. 3 കാരണങ്ങൾ കൊണ്ടാണ് ആ വീഡിയോ ആ ആളുകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത്, എന്നെ പേടിപ്പെടുത്തുന്നത്. ഒന്ന്, ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഞങ്ങക്ക് വേണം. ഇതെന്താന്ന് കശുമാങ്ങ രസമുണ്ട്. ഞാൻ വളക്കാം. ഐ ലവ് യു ടു. കടിച്ചു തിന്നട്ടെ മഞ്ഞപ്പെണ്ണെ ഇന്നെ കാണുമ്പോണ്ടല്ലോ. ഈ മങ്കി ആപ്പിൽ റാൻഡമായിട്ട് കണക്റ്റഡ് ആവുന്ന ഗേൾസിനെ പരസ്യമായിട്ട് പബ്ലിക്കിൽ ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരിങ്ങനെ കമന്റ് ചെയ്യുന്ന രീതി, ഫ്ലേർട്ടിങ് എന്നൊന്നും പറഞ്ഞാൽ അത് ചെറുതായി പോവും. അവരെ സ്ത്രീകൾ എങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് സ്ലഡ് ഷേമിങ്ങിൻ്റെ ഒക്കെ എക്സ്ട്രീം വേർഷൻസ് എന്ന് പറയുന്നത് ഇതൊന്ന്. രണ്ടാമത് കൺസേൺഡ് ആക്കുന്നത് വേറെ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുകളാണ്. ഇതെന്താന്ന്, ഇത് തവളയാ? കാണാൻ തന്നെ ഒരു മാങ്ങ ഉപ്പിലിട്ട പോലെ ഉള്ളു. നീ ആദ്യം ഈ ഓട്ടോ ഡ്രൈവറിനെ പിടിച്ച് മാറ്റിയ തുടച്ചിപ്പോ. ഇതൊക്കെ ഇങ്ങനെ പച്ചക്ക് പബ്ലിക്കായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒക്കെ ക്രൂരമായ വേർഷൻസ്. ഇപ്പോഴും മറ്റുള്ളവരെയൊക്കെ കളിയാക്കുന്നതും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതൊക്കെയാണ് തമാശ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകൾ. നോട്ട് ഓൾ ജോക്സ് ആർ ഫണ്ണി എന്നൊക്കെ ആരാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക? മൂന്നാമത് കൺസേൺഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, വേറെ ചില വീഡിയോസ് കാണിച്ചു തരാം. ഇതിലെല്ലാ വീഡിയോസും ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ബീപ്പിട്ടാലും കേൾപ്പിക്കാൻ പറ്റാത്ത കുറേ കാര്യം. നിന്റെ അണ്ടി പെമ്പിള്ളർക്ക് ഒരു അണ്ടി നമ്മൾ മേടിച്ചു കുപ്പായ ഊരിട്ടിരുന്നാലോ? കാണാൻ ഒരു രസമില്ല നായിന്റെ മോളെ, നിന്നെ കാണാൻ ഒരു രസം. നിന്റെ ഉപ്പ നായിന്റെ മോളെ പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും തെറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നില്ല എന്ന് നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസും ക്യാരക്ടേഴ്സൊക്കെ കൺസേൺഡ് ആക്കുന്നത്, ആശങ്കപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നിരന്തരം ഇടപെടുന്നത് കൊണ്ട് അവരെ എന്തൊക്കെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇവരുടെ ഈ സ്ട്രീമിങ്ങുകളിൽ ലൈവായിട്ട് അറ്റ് എ ടൈം ഏകദേശം 30,000-ഓളം ആളുകളൊക്കെയാണ് സ്ട്രീമിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അവരുടെ പ്രായം നോക്കിക്കഴിഞ്ഞാൽ 10 മുതൽ 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രേക്ഷകർ. മാത്രമല്ല അവരെ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എന്തോ ഭയങ്കര സംഭവമായിട്ട് ഹീറോസ് പോലെ കാണുന്ന ആളുകൾ, അവരുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ, ഇതിനൊക്കെ വേറൊരു തലത്തിലേക്കാണ് കുട്ടികളൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറും ഒരു എൻ്റർടൈനേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് പ്രശ്നമല്ല. എന്നാൽ അതിലപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെയും ആളുകളെയും ഒക്കെ ഇത്രമേൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ വലിയ ജനസ്വീകാര്യതയും അതേപോലെ ഇനാഗുറേഷൻസിനും മറ്റിനൊക്കെ ഒരു പബ്ലിക് ഫിഗേഴ്സ് ആയിട്ട് അവർ മാറുന്നത്. ഇതൊക്കെ എങ്ങനെ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിലെ ലുലു മാളിലെ വെസ്റ്റ് സൈഡിൻ്റെ പുറത്ത് ഇങ്ങനെ ഫാമിലി ഉള്ളിൽ ഷോപ്പ് ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 പെൺകുട്ടികൾ
ടീഷർട്ടും ജീനൊക്കെയാണ് ധരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവരിങ്ങനെ ഉള്ളിലേക്ക് നടന്നു പോകുന്നു, അവരുടെ പിന്നാലെ ഓടി വരികയാണ്. കണ്ടാൽ അറിയാം ഒരു 15-ൻ്റെയും 18-ൻ്റെയും ഒക്കെ വയസ്സിടയിലുള്ള ഒരു +1+2 ഒക്കെ പ്രായം തോന്നിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ ഓടി വന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഈ കുട്ടികളെ ഫോളോ ചെയ്ത് പെൺകുട്ടികളെ ഫോളോ ചെയ്തിട്ട് വരിക. ഈ ആൺകുട്ടികൾ ഒരു 4-5 ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഭാഷ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പം പറയാൻ പറ്റില്ല, ഇവരൊക്കെ പറഞ്ഞതുപോലെയുള്ള പക്കാ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് മാത്രമല്ല, അവരിങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എടാ എനിക്ക് അവളെ തൊടാൻ കിട്ടുമോ, എനിക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്നുകൂടി കിട്ടുമോ. എന്നിട്ട് മാത്രമല്ല, ഇവർ അവരുടെ ഫ്രണ്ട്സ് ഇവർ ഗ്യാങ് ആയിട്ട് വേറെ ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണെന്ന് തോന്നുന്നു. എന്നിട്ട് വിളിക്കുകയാണ് ഇങ്ങനെ, എടാ വീട് വടക്കിടു. ഇങ്ങനെയാണ് പെൺകുട്ടികളോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് പെൺകുട്ടികളെ വളക്കുക, അങ്ങനെയൊക്കെയാണ് പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ആയിട്ട് അല്പം സംസാരിക്കാൻ പറ്റുമോ, ഒന്ന് കിസ് കിട്ടുക, ഇതൊക്കെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ഇനി ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അത് അവർക്ക് സദാചാരത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടാത്തതിൻ്റെ വളയാത്തതിൻ്റെ പ്രശ്നമാണെന്ന് വിലയിരുത്തുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എത്ര വൾഗറായിട്ടുള്ള രീതിയിൽ, എത്ര മോശപ്പെട്ടിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കുട്ടികളെ സ്റ്റുഡൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വേണ്ട, അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ടോക്സുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടി. അതായത് സംസാരങ്ങളുടെ രീതി തന്നെ വ്യത്യസ്തമായിരിക്കും, അവരോട് ഉപയോഗിക്കുന്ന ഭാഷയും പദപ്രയോഗങ്ങളൊക്കെ. ഇതൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതും. മറ്റു എന്നെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അലട്ടുന്ന വിഷയങ്ങളൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യേണ്ടതില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തികഞ്ഞ അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറേ ഒരു ജനറേഷനെ ഡെവലപ്പ് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ക്യാരക്ടേഴ്സിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. മൈ ലൈഫ് മൈ റൂൾ, ഞാൻ അടിച്ചു പൊളിക്കുക. അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലൈഫിന്റെ എയിം എന്നുള്ളതും, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കുമാണ് സമൂഹം വളർന്നു വരുന്നത് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നത് നമ്മളെ എല്ലാ കാര്യത്തിനും സെൻസറിങ് ഉള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സെൻസറിങ് വരാത്തത്? ഇതിനെന്താണ് ഒരു നിയന്ത്രണമില്ലാത്തത്? ഈ രീതിയിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്നൊരു തലമുറ എന്ന് പറയുന്നത് തെറ്റും ശരിയും വേർതിരിച്ചറിയാനാവാത്ത, വാല്യൂസ് ഇല്ലാത്ത, എല്ലാത്തിനും അപ്പുറത്തേക്ക് എൻ്റെ സന്തോഷം മാത്രമാണ് വലുത്, എനിക്ക് എന്തും പറയാം, എവറിത്തിങ് ഈസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആളുകൾ മാറും. നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, അങ്ങനത്തെ ഒരു ജനറേഷനായിട്ട് മാറും എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്.